ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഒരുപാട് വിദ്യാർത്ഥികൾ ഇതാ ഡയറക്റ്റ് കോളേജുകളിലേക്ക് പോയി അഡ്മിഷൻ എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോളേജുകളിൽ പോയി ഫിസിക്കലായിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള സമയമാണ്. അതുപോലെ മറ്റ് യൂണിവേഴ്സിറ്റികളും. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമാണ്, കോളേജ് അഡ്മിഷന് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. കാരണം പോയിട്ട് പിന്നീട് അഡ്മിഷൻ കൃത്യമായിട്ട് എടുക്കാതെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് പണി കിട്ടും. അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിഗ്രി കോഴ്സുകളിലേക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവേശനം നേടാൻ വേണ്ടി കോളേജുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കയ്യിൽ കരുതേണ്ടതായിട്ടുള്ള, നിങ്ങൾ തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ടതായിട്ടുള്ള, കോളേജിൽ ഹാജരാക്കേണ്ടതായിട്ടുള്ള പ്രധാന ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ മാൻഡേറ്ററി ആയിട്ടുള്ള ചില ഡോക്യുമെന്റ്സും ഉണ്ട്. വിദ്യാർത്ഥികളുടെ റിസർവേഷൻ മറ്റ് ക്രൈറ്റീരിയകൾക്ക് അനുസരിച്ച് മാറുന്ന സ്കോളർഷിപ്പ് ഡോക്യുമെന്റ്സും ഉണ്ട്. അപ്പൊ നമുക്ക് അതും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ അപ്ഡേറ്റ്സിനെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നോക്കാം. ഒന്നാമത്തത്, നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ്, ജനനം മീൻസ് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ പോലും അത് തെളിയിക്കുന്ന SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനലും കോപ്പിയും കരുതുക എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന ഓരോ ഡോക്യുമെന്റ്സിന്റെയും ഒറിജിനലും കോപ്പിയും നിങ്ങൾ കരുതാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അവിടെ അഡ്മിഷൻ സമയത്ത് വെരിഫൈ ചെയ്യാൻ എന്തായാലും ഒറിജിനൽ വേണം. അവിടെ സൂക്ഷിച്ചു വെക്കാൻ ഒരു കോളേജ് അതോറിറ്റിക്കും അതിന് പറ്റില്ല. അതുപോലെ തന്നെ കോളേജിൽ കൊടുക്കാൻ നമുക്ക് കോപ്പിയും വേണം. അപ്പോൾ ഒന്നിലധികം കോപ്പികൾ എടുത്ത് വെക്കുക ഫോർ സേഫർ പർപ്പസ്. രണ്ടാമത്തത്, നിങ്ങളെ ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികളാണ് എങ്കിൽ +2ന്റെ മാർക്ക് ലിസ്റ്റ് മതിയാവും. സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, അല്ലാത്ത പക്ഷം ഈ ഒരു ഇയർ ഗ്യാപ്പോ അങ്ങനെയൊക്കെ വന്ന കുട്ടികളാണെങ്കിൽ ഒറിജിനൽ തന്നെ കയ്യിൽ കരുതുക, കൂടെ കോപ്പിയും. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഓൾറെഡി മേടിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ കഴിഞ്ഞ +2 സ്കൂളിൽ നിന്ന്. അതുപോലെ തന്നെ കൗണ്ടഡ് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റും നിങ്ങൾ കയ്യിൽ കരുതണം. ഇനി ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് എന്താണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. അത് നിങ്ങൾക്ക് അറിയാം, അതർ ബോർഡ്, അതർ യൂണിവേഴ്സിറ്റി എന്നൊക്കെയുള്ള കുട്ടികൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും വേണം. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. അത് കുറഞ്ഞതൊരു 3-4 നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കുക. കാരണം കോളേജിലെ അഡ്മിഷൻ സമയത്ത് പല ഫോമുകളിലും നിങ്ങൾക്ക് അത് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ മറ്റു പല ആവശ്യങ്ങൾക്കും. പിന്നെ ആധാറിന്റെ കോപ്പിയും ആധാറിന്റെ ഒറിജിനലും നിങ്ങൾ കയ്യിൽ കരുതുക. കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ കിട്ടുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, റിസർവേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യുക, ക്ലെയിം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന്റെ ഒറിജിനലും കോപ്പിയും കൂടി കരുതുക. അതുപോലെ തന്നെ എല്ലാവർക്കും കോമൺ ആയിട്ട് വേണ്ടതാണ് ഇൻകം സർട്ടിഫിക്കറ്റ്. അതും വില്ലേജ് ഓഫീസിൽ നിന്നാണ് കിട്ടുന്നത്. അതുപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ഇൻക്ലൂഡഡ് ആണ്. ഇത് കൂടാതെ കോളേജുമായി ബന്ധപ്പെട്ട് ആപ്ലിക്കേഷൻ മീൻസ് ചെയ്തതിന്റെ കൂട്ടത്തിൽ അലോട്ട്മെന്റ് മെമ്മോ അത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അഡ്മിഷൻ ലെറ്റർ, ആ രീതിയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വേണം. ആദ്യം ആപ്ലിക്കേഷൻ കൊടുത്തതിന്റെ പ്രിന്റ് ഔട്ട് ഇല്ല എങ്കിൽ പോലും എന്ത് ചെയ്യണം, അലോട്ട്മെന്റ് മെമ്മോ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഏതെങ്കിലും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലബ് തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ലൈക്ക് NSS, NCC അതിന്റെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അഡീഷണൽ ഇതിന്. പിന്നെ ചില കോളേജുകളിൽ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും അവർ കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ഫോം അതായത് നമ്മുടെ അടുത്തുള്ള മെഡിക്കൽ ഓഫീസറിന്റെ കയ്യിൽ നിന്ന് ഫില്ല് ചെയ്ത് മേടിച്ചാൽ അതും കോളേജിൽ ഹാജരാക്കേണ്ടതായിട്ട് വരും. പിന്നെ ഗ്യാപ്പ് വന്ന കുട്ടികൾക്ക് ചില കോളേജുകാർ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് ചോദിക്കും, അതും നിങ്ങൾ കയ്യിൽ കരുതണം. ഇത് കൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നെന്ന് വെച്ചാൽ, നിങ്ങളെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി ഏതെങ്കിലും തരത്തിലുള്ള മാൻഡേറ്ററിയോ പെർമനന്റ് അല്ലാതെയുള്ള ഫീ അടച്ചിട്ടുണ്ട് എങ്കിൽ ഫീയുടെ റെസിപ്റ്റ് നിങ്ങൾ പ്രൂഫ് ഓഫ് പേയ്മെന്റ് ആയിട്ട് കയ്യിൽ കരുതേണ്ടതാണ്. അത് കോളേജ് അഡ്മിഷൻ സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. സോ ഗൈസ്, ഇതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇതിൽ മീൻസ് ചിലർക്ക് ചിലത് മാത്രമാണ് വേണ്ടത്. പക്ഷെ പൊതുവായിട്ട് പറഞ്ഞാൽ ഇത്രയും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട്. മറ്റു ചില കോളേജുകൾ ഇപ്പോൾ ഇതിൽ ചിലതില്ല എങ്കിൽ പോലും പിന്നീട് അത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. സോ കോളേജുകൾക്ക് അനുസരിച്ച് ഇത് മാറും. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും പോയി നല്ല രീതിയിൽ അഡ്മിഷൻ എടുത്തിട്ട് വായോ. ഈ ഡോക്യുമെന്റ്സ് എല്ലാം പ്രിയർ ആയിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ കരുതുക. All the best.